നിങ്ങളിപ്പോഴും ഈ താഴെ കാണുന്ന ആ ചിത്രമുണ്ടല്ലോ, അത് ചിറയൻകീഴ്ന്ന് മരിച്ച ആ കുട്ടിയുടെ വീടിൻ്റെ ചുറ്റുപാടാണ്. ആ വീട് കണ്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നിയായിരുന്നു. കാരണം ഇങ്ങനെയും വീടുകൾ നമ്മുടെ നാട്ടിലുണ്ട്, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ആലോചിക്കേണ്ടത്, ആ നാട്ടിലുള്ള പഞ്ചായത്തും മെമ്പറും കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവർക്ക് നല്ലൊരു വീട് വെച്ച് കൊടുക്കാനുള്ള ഒരു സംവിധാനം നിങ്ങൾ എല്ലാവരും കൂടി ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇനിയും ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾ ഒരുപാട് ബലിയാടാകും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിഥികളോട് എനിക്ക് പറയാനുള്ളത്, അതായത് അതിഥി എന്ന് പറഞ്ഞിട്ട് ഒരുത്തനുണ്ടായിരുന്നല്ലോ, അവൻ കാരണമാണ് നമ്മുടെ നാട് ഇത്രയും വലിയ പ്രശ്നത്തിലായത്. അതായത് ഈ ബാബ സുരേഷ് എന്ന് പറയുന്ന ഒറ്റ ഒരുത്തൻ കാരണമായിരുന്നു. ഓൻ്റെ ബൗസുള്ള അതിഥി സ്നേഹമെന്ന് പറഞ്ഞായിരുന്നു. അതിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഥി എന്നിട്ട് ഈ അതിഥികൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുമ്പോൾ ഈ അതിഥികളെയും കൊണ്ട് ഇവൻ എന്താണോ ചെയ്യുന്നത്, എന്നാൽ പിന്നെ ഇവൻ്റെ ഈ അതിഥി സ്നേഹം ഇനി കാണിക്കറ വലിയ എളപ്പളക്കം നടന്ന്, എന്നിട്ട് എല്ലാവരും എടുക്കുന്ന കുറേ ഇതും വാങ്ങിക്കും. അവൻ്റെ ഒരു അതിഥി സ്നേഹം കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ വന്ന് നടന്ന്. ആ കുഞ്ഞുങ്ങളെ ഈ മരണത്തിന് ഇവൻ പോയിട്ട് സമാധാനം പറയാറുണ്ട്. ഇവനെ പോലെയുള്ള കുറേ അതിഥികളുണ്ട് പോകും. അതുകൊണ്ട് ബാബാ സുരേഷിനോട് പറയുകയാണ്, ഇനി അതിഥി എന്ന് വിളിച്ചിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നേക്കരുത്. പാമ്പാണ് അവൻ മൂർഖം പാമ്പാണ്. അല്ലെങ്കിൽ അവൻ എന്ന് പറഞ്ഞാൽ വെള്ളിക്കട്ടനാണ്. അത് മതി, ആ പേര് മതി. അവൻ്റെ ഒരു അതിഥിയും കൊണ്ട് വന്നിരിക്കുന്നു, ഉമ്മോക്കലും പിടിച്ച് കൊഞ്ഞാണാക്കലും. ഇപ്പോഴാണ് ഈ വീഡിയോ കണ്ടത്. അതായത് കുട്ടി മരിച്ചിട്ട് കുറച്ച് ദിവസമായി എന്നറിയ. ചിറയൻകീഴിൽ നിന്ന് മരിച്ച കുട്ടിക്ക് ആദരാഞ്ജലികൾ. അപ്പോൾ കുട്ടി മരിച്ചാലാണ് ഇങ്ങനത്തെ ഒരു വീടുണ്ട് എന്ന് തന്നെയാണ്. ഇപ്പൊ ഗവൺമെന്റ് എല്ലാം ഇങ്ങനത്തെ ഒരു വീടുണ്ട് എന്ന് അന്നേരം മാത്രമേ അറിയൂ. കാരണം ഒരാൾ മരിച്ചു പോകുമ്പോ ആ വീട് കാര്യങ്ങളെല്ലാം എല്ലാവരും അറിയുന്നു. ഇതേപോലത്തെ ഒരുപാട് വീടുണ്ട്, എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പൊ അയാൾ പറഞ്ഞ നല്ല കാര്യം തന്നെ. പക്ഷെ ബാബ സുരേഷിനെ കയറി ഒരിക്കലും ചൊറിയണ്ട. അപ്പൊ അദ്ദേഹം എന്ന് വെച്ചാല് പാമ്പ് പിടിച്ചിട്ട് വരുമ്പോ ആരെ കടിയേറ്റ് എത്ര പേരുണ്ട്, എത്ര ആൾക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് മാത്രമേ കടിയേറ്റിട്ടുള്ളൂ. പൈസ പോലും പ്രതീക്ഷിക്കാണ്ടാണ് ഓരോ വീട്ടിലും പോയിട്ട് സഹജമായ രീതിയിൽ അദ്ദേഹത്തോട് പെരുമാറിയിട്ടുണ്ട്. അതെല്ലാം നമുക്കറിയാം. പിന്നെന്ന് വെച്ചാൽ അദ്ദേഹം കിട്ടുന്ന പൈസ വേറെ ആളിലേക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ പോലത്തുള്ളവരെ എത്ര പൈസ കൊടുത്തിട്ടുണ്ട് അതും കൂടി പറ. എന്നിട്ട് പറ ബൗസുള്ള അതിഥി അതിഥി എന്ന് വിളിക്കുന്ന ഒരാൾ ഇഷ്ടമാണ്. ഒരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് പലര് പേരിലും വിളിക്കും. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ബാബാ സുരേഷിനെ കയറി ചൊറിയേണ്ട ഒരാവശ്യമില്ല. അനേകം പേർ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവൻ ഇപ്പം നിലനിർത്തിന്. ഓർമ്മയുണ്ടോ, പാമ്പ് പേടിച്ച് മരണത്തോട് മല്ലിടുമ്പോൾ ആയിരങ്ങൾ പ്രാർത്ഥന വഴിപാട് കാര്യങ്ങളെല്ലാം കൊണ്ടാണ് ബാബാ സുരേഷ് തിരിച്ചു വന്നത്. അതായത് ദൈവത്തിന് പോലും അദ്ദേഹത്തോട് ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു വരില്ല. അപ്പൊ എനക്കത്ര പറയാനുള്ളൂ, ബാബാ സുരേഷിനെ കയറി ചൊറിയാൻ നിൽക്കണ്ട, തീരെ ശരിയായില്ല. അപ്പൊ ബാബാ സുരേഷിന് ഏതാണെന്ന് അറിഞ്ഞിട്ട് മാത്രം നിങ്ങൾ ഈ വർത്താനം പറഞ്ഞാൽ വയ്യേന്. ബഹസുള്ള അതിഥി സ്നേഹം ഉണ്ടെങ്കിൽ ബാബാ സുരേഷ് വിട്ട പാമ്പാന്നോ ആ കുട്ടീനെ കടിച്ചിന്, അല്ല ബാബാ സുരേഷ് ഇളക്കി വിട്ട പാമ്പാന്നോ, അല്ലല്ല ആ കുട്ടീനെ കടിച്ചിന്, അത് നിങ്ങളാദ്യം മനസ്സിലാക്കുക. എന്നിട്ട് കയറിയിട്ട് ഇതേപോലത്തെ അഭിപ്രായം പറയാം. എനക്കത്രേ പറയാനുള്ളൂ. ഈ വീഡിയോ കണ്ടാൽ റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആ ബാബാ സുരേഷ് എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തെ കാണണം ഒരുപാട് ആഗ്രഹമുണ്ട്.